അലർജിക്ക് സമാനമായ ലക്ഷണങ്ങളുള്ള മറ്റൊരു കണ്ടീഷനാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. സൈനസ് എന്ന് പറയുന്നത് നമ്മളുടെ തലയോട്ടിയിൽ മൂക്കിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന വായു നിറച്ച അറകളാണ്. ഈ അറകൾക്കകത്ത് ചെറിയ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്ന പാളികളുണ്ട്. അതിന് വീക്കം സംഭവിച്ചിട്ടാണ് ഇത് കഫക്കെട്ടുണ്ടാവുന്നതും നമ്മളുടെ തൊണ്ടയിലേക്ക് കഫം വരിക, മൂക്കടപ്പ് തോന്നുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, തല കുനിക്കുമ്പോഴുള്ള ഭാരം, ഈ ഭാഗത്ത് ഒരു കഞ്ചഷനും ഒരു ഇടുങ്ങിയതുപോലുള്ള ഒരു പെയിന്, ബുദ്ധിമുട്ട് ഒക്കെ തോന്നാം. അതുപോലെ സ്മെല്ല് കിട്ടാതിരിക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പ്രധാനമായിട്ട് സൈനസൈറ്റിസിൽ കാണുന്നത്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് സൈനസൈറ്റിസ്. എനിക്ക് വർഷങ്ങളായിട്ടുണ്ട് ഡോക്ടർ, അതിനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പലരും വളരെ വിഷമത്തോടു കൂടിയാണ് പറയുക. പക്ഷേ സൈനസൈറ്റിസ് ഒരു ചികിത്സയില്ലാത്ത അസുഖമോ അല്ലെങ്കിൽ മാറാത്തൊരു അസുഖമോ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇത് സൈനസൈറ്റിസ് ആണെന്ന് അറിയാതെ അലർജി പോലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോഴാണ് ഇതിന് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഇത് സൈനസൈറ്റിസ് ആണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. സൈനസൈറ്റിസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നേസൽ എൻഡോസ്കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു CT എക്സാമിനേഷൻ തലയുടെയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ തന്നെ കിട്ടുകയും ഈ സൈനസ് ഇൻഫെക്ഷൻ കൂടാതെ അല്ലെങ്കിൽ കഫക്കെട്ട് കൂടാതെ പോളിപ്പ് പോലെയുള്ള എന്തെങ്കിലും വളർച്ചകളൊക്കെ നമ്മളുടെ സൈനസിനകത്തുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ ചികിത്സ കുറച്ചുകൂടി ഈസി ആവുകയും പെട്ടെന്ന് തന്നെ അസുഖം മാറാനും കാരണമാവും.